പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ അവിടുത്തെ മുന്നിലായിരിക്കാൻ അവിടെ നിന്ന് അവസരമൊരുക്കിയതിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് ഈശോയുടെ മുന്നിലായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത എന്താണെന്നറിയോ? കർത്താവ് ഹീസ് നെവർ ചേഞ്ചിങ്. അതായത് മാറ്റമില്ലാത്തവനാ. ഒന്നും കൂടി വ്യക്തമാക്കാം, അവിടുത്തെ സ്നേഹത്തിൽ മാറ്റമില്ല, അവിടുന്ന് നമ്മോട് കാണിക്കുന്ന വിശ്വസ്തതയിൽ മാറ്റമില്ല. മാറ്റം വരുന്നത് മനുഷ്യർക്കാണ്. ചിലപ്പോൾ ഇന്ന് കാണുന്ന സ്നേഹമായിരിക്കില്ല നാളത്തെ സ്നേഹം. കണ്ടീഷണൽ സ്നേഹമായിരിക്കും നമ്മുടെ സ്നേഹമേ. ഈശോയുടെ സ്നേഹം അൺകണ്ടീഷണലാണ്. ഞാൻ ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ഞാൻ തിരിച്ച് സഹായിക്കും, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ്റെ വിശ്വസ്തത അങ്ങനെയല്ലേ. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത കാണിച്ചാൽ ഭർത്താവ് ഭാര്യയോടും വിശ്വസ്തത, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തത. ഒരാൾ വിശ്വസ്തത കാണിച്ചാൽ ഭർത്താവ് ഭാര്യയെ ഇട്ടിട്ട് പോലും, ഭാര്യ ഭർത്താവിനെ ഇട്ടിട്ട് പോലും അവിശ്വസ്തതയുടെ മേഖലകളിലും വീണു പോകുന്ന മനുഷ്യരൊക്കെ ഒരുപാടുള്ളൊരു കാലഘട്ടമായത്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് എപ്പോഴും വിശ്വസ്തനാണ്. കർത്താവ് എപ്പോഴും നമ്മെ കരുതുന്നവനും സ്നേഹിക്കുന്നവനാണ്. അൺചേഞ്ചിങ് ഗോഡാണ്. ഒരിക്കലും മാറ്റമില്ല. നമ്മൾ തന്നെ എന്നൊന്ന് ചിന്തിച്ചു നോക്കി, എവിടെയൊക്കെ നമുക്ക് നമ്മുടെ വാക്കുകളിൽ തെറ്റ് സംഭവിച്ചു, നമ്മുടെ ചിന്തകളിൽ തെറ്റ് സംഭവിച്ചു, നമ്മുടെ പ്രവൃത്തികളിൽ തെറ്റ് സംഭവിച്ചു. പക്ഷെ ഇപ്പോഴും കർത്താവ് നമ്മളെ കരുതുന്നില്ലേ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്ന എന്താ? ലൂക്ക 15 ആ ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്ത് പോയി അടിച്ചു പൊളിക്കുകയാണ്. അതായത് പിതാവിനോടൊപ്പം ആയിരുന്നപ്പോൾ സമൃദ്ധിയായിരുന്നു, സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു, ആഘോഷമായിരുന്നു. പക്ഷെ പിതാവിൽ നിന്ന് അകന്നവൻ പോയി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് പന്നിക്കൂട്ടിൽ കിടന്നത്. പിന്നീട് അവൻ അനുതപിച്ച് പിതാവിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കണേ? പിതാവിൻ്റെ സ്നേഹത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിതാവിന് അവനോടുള്ള വിശ്വസ്തതയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പിതാവിന് ഒരു മാറ്റവും ഇല്ല. ഈശോയ്ക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്ത് കുറവുണ്ടെങ്കിലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സങ്കീർത്തനം പറയുമല്ലോ, സങ്കീർത്തനം 89:2 അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. വിശ്വസ്തതയ്ക്ക് സ്നേഹത്തിന് ഒരു മാറ്റമില്ല. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.